ഭീകരാക്രമണം നടത്തി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാന്റെ ഒത്താശയിൽ നടക്കുന്ന ഈ നീക്കത്തിനെതിരെ ഏത് സ്വഭാവത്തിലായിരിക്കും ഇന്ത്യ പ്രതികരിക്കുക എന്നതിൽ രാജ്യം ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 29 വിനോദസഞ്ചാരികളാണ് ഭീകരവാദികളുടെ തോക്കിൻ മുനയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ദുഃഖത്തിൽ നമ്മുടെ രാജ്യം കഴിയുന്നു. ആ ദുഃഖം കേരളത്തെ സംബന്ധിച്ച് ഇരട്ടിയാക്കുന്നുണ്ട് ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഈ ആക്രമണത്തിലെ മരണം. അദ്ദേഹത്തിന്റെ മൃതദേഹം വൈകിട്ട് രാത്രി 7:30 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്താൻ പോകുന്നത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അദ്ദേഹം കാശ്മീർ കാണാൻ വേണ്ടി 2 ദിവസം മുൻപാണ് ഇടപ്പള്ളിയിൽ കൊച്ചിയിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചത്. ദൗർഭാഗ്യകരമായ ഒരു യാത്രയായി അത് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ശ്രീമതി ജയലക്ഷ്മി ഈ വിഷമഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഈ വൈകുന്നേരം 1, 2, 3 ന്യൂസിൽ അവർ അതിഥിയായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രിഗേഡിയർ എൻ ബാലനും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീമതി ജയലക്ഷ്മി, അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്നതാണ് ഈ സംഭവങ്ങൾ നടന്ന് അതിൻ്റെ പട്ടിക പുറത്തു വരുമ്പോഴാണ് രാമചന്ദ്രൻ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം ഞങ്ങൾ അറിയുന്നത്. അതിനെ തുടർന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹം 2 വർഷമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ എന്ന കാര്യങ്ങൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം എത്രത്തോളം നാട്ടുകാർക്കൊക്കെ എത്ര പ്രിയപ്പെട്ട ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീമതി ജയലക്ഷ്മി, വേദനയുണ്ട്. ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രാമചന്ദ്രൻ എൻ്റെ കസിൻ സിസ്റ്റർ ഷീലയുടെ ഭർത്താവാണ്. ഇന്നലെയായിരുന്നു സംഭവം. ഞങ്ങളെ അറിയുമ്പോൾ ഏകദേശം രാത്രി 10 മണിയോളമായി. കൺഫർമേഷൻ കിട്ടിയിട്ട് പറയാമെന്നോർത്താണ് നമ്മളോട് ആരോടും പറയാതിരുന്നത്. ഞങ്ങൾക്ക് വളരെ അധികം വേണ്ടപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ കുടുംബ യൂണിറ്റ്, മങ്ങാട്ട് കുടുംബ യൂണിറ്റിലായാലും ഞങ്ങളുടെ മങ്ങാട്ട് റോഡ് അസോസിയേഷനിലും വളരെ സജീവമായി പങ്കെടുത്തതാണ്. രാമചന്ദ്രനുമാകട്ടെ ഷീലയാകട്ടെ രണ്ടുപേരും ഒരേപോലെ സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു. രാമചന്ദ്രൻ്റെ ആ വേർപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാനാകാത്ത ഒരു വിഷമം തന്നെയാണ്. ഒന്നും ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത ഒരു സമയത്താണ് ഇങ്ങനെ വരുന്നത്. കേരളത്തിൽ നിന്ന് ആരും ഇല്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് ഞങ്ങൾ അറിയുന്നത്. ഇന്നലത്തെ ആ സംഭവങ്ങളൊക്കെ ഇന്നും ഞങ്ങൾ ഓർക്കുമ്പോൾ ആകെ ഒരു ഭീതിയാണ് ഉണ്ടാകുന്നത്. കാരണം മലയാളികൾ ആരുമില്ല, ഏത് ആളായാലും നമുക്ക് വേദന തന്നെയാണ്. എങ്കിലും നമ്മളുടെ സ്വന്തക്കാർ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരാൾ പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെയാണ് ഈ വിവരം ഞങ്ങൾ അറിയുന്നത്. 65 കൊല്ലത്തോളം എനിക്ക് പരിചയമുള്ളതാണ്. ഞങ്ങളുടെ റിലേറ്റീവാണ്, ഞങ്ങളുടെ സുഹൃത്താണ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ശ്രീമതി ജയലക്ഷ്മി, ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും വന്ന് കാണുകയോ നിങ്ങൾ അറിയിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു? കാരണം 2 ദിവസം മുൻപാണല്ലോ അവർ ഇവിടെ നിന്ന് തിരിച്ചത് കശ്മീരിലേക്ക്, ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക്, അല്ലേ? അതെ അതെ, 2 ദിവസം മുൻപെന്നല്ല, ഏകദേശം ഒരു 2 മാസം മുമ്പ് തന്നെ ഞങ്ങളോട് പറയുമായിരുന്നു വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ കാശ്മീരിൽ പോവാണ് എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ പല കാര്യങ്ങളിലും മീറ്റിങ്ങുകളിലാകട്ടെ എല്ലാത്തിലും ഷീലയും രാമചന്ദ്രനും സജീവമായി പങ്കെടുക്കുന്നതാണ്, കമ്മിറ്റികളിലൊക്കെ. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ഞങ്ങളിങ്ങനെ കാശ്മീരിൽ പോവുക, 28-ാം തീയതി തിരിച്ചു വരുള്ളൂ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയത്. വളരെ ഹാപ്പി ആയിട്ട്, ഇത്രയും സന്തോഷം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെയാണ് അവർ പോയത് തന്നെ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു വിഷമഘട്ടം തന്നെയാണ്. ഈ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീലയാണല്ലോ താങ്കളുടെ കസിൻ സിസ്റ്റർ, അല്ലേ? ഈ സംഭവത്തിന് ശേഷം ഷീല വിളിച്ചിരുന്നോ? താങ്കളുമായി സംസാരിച്ചിരുന്നോ ഫോണിൽ? ഇല്ല, ഷീല ഇതുവരെ സംഭവം അറിഞ്ഞിട്ടില്ല, ഷീല അറിയിച്ചിട്ടില്ല. ഷീല ഓൾറെഡി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാലുള്ള ആക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എയർപോർട്ടിൽ പോകുമ്പോൾ ഷീലയുടെ സഹോദരിമാർ 2 പേരും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് പതുക്കെ പറയാമെന്നുള്ള രീതിയിലാണ് ഇവരിയ്ക്കണത്. കാരണം വെള്ളിയാഴ്ചയാണല്ലോ ഇതിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ, വീട്ടിലേക്ക് അപ്പോഴല്ലേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതിനോടൊക്കെ പറയാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ വേറെ ആരൊക്കെയായിരുന്നു ശ്രീമതി ജയലക്ഷ്മി ആ യാത്രയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനൊപ്പം?
അല്ല, ഇവിടുന്ന് ഇവര് പാക്കേജ് ആയിട്ടല്ല പോയത്. രാമേന്ദ്രനും ഭാര്യ ഷീല, മകൾ ആരതി, പിന്നെ ആരതിയുടെ 2 കുട്ടികളുണ്ട്. അവര് ഒരുമിച്ച് അത്രയും പേരായിട്ടാണ് പോകുന്നത്. അവിടെ അവർക്ക് ചെല്ലുമ്പോൾ ഒരു ഡ്രൈവറെയും അതുപോലെ ഒരു ഗൈഡിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പോയവർ വഴിയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ആരതിയുടെ മുന്നിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അല്ലേ, അച്ഛനെ ആക്രമിക്കുന്നത്? അതെ 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 ആരതിയുടെ മുന്നിൽ മാത്രമല്ല, ആ ചെറിയ ഇപ്പം അവർ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, അവരുടെ മുന്നിലും കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എത്രയായിരിക്കും? അതെ അതെ അറിയാം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ തന്നെ നമുക്ക് അതറിയാവുന്നതാണല്ലോ. ഇതിപ്പോൾ ആരാണെങ്കിലും നമ്മൾ ആ സ്ഥാനത്ത് നമ്മളെയാണല്ലോ സങ്കല്പിക്കുക. ശ്രീമതി ജയലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അടുത്ത്? അതെ, തീർച്ചയായിട്ടും ഇല്ല. ഭാര്യ ഷീല പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൊക്കോളൂ, എനിക്ക് കാല് വേദനയൊക്കെ ഉള്ളതാണ്, ഞാനിവിടെ കാറിൽ ഡ്രൈവറുടെ ഒപ്പം ഇരുന്നോളാം, നിങ്ങൾ പോയിട്ട് വരൂ എന്നും പറഞ്ഞാണ് ഇവർ അച്ഛനും മകളും മകളുടെ കുട്ടികളുമായിട്ട് പോയത്. കാരണം ഈ ബൈസരൻ താഴ്വര എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് പ്രയാസപ്പെട്ട് അങ്ങോട്ട് പോകേണ്ട ഒരു ഇടമാണ്. ആ സുന്ദരമായ സ്ഥലമാണെങ്കിൽ പോലും അവിടേക്ക് അല്പം പ്രയാസപ്പെട്ട് പോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഈ ഷീല പോകാതിരുന്നതായിരിക്കും അല്ലേ? ഇതുവരെ അവരെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അതെ അതെ തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. എന്തോ കാലിൽ ഇങ്ങനെ ഒരു ഇത് ആയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോണത്. അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു ഇൻഫർമേഷനേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ.